ഹലോ. ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു 3 സാധനങ്ങൾ ഉണ്ടാക്കിയാലോ? ഈ 3 സാധനങ്ങളെ നമുക്ക് സിമ്പിളായിട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതിനകത്ത് ആദ്യത്തെ സാധനം ഉണ്ടാ ഈ വാലറ്റ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ടേ നമുക്കൊരു A4 സൈസ് പേപ്പർ വേണം. ഇവിടെ ഞാൻ A4 സൈസിനകത്തുള്ള കളർ പേപ്പറാണ് എടുത്തേക്കണത്. അത് ദേ ഈ കാണിച്ചേക്കണ പോലെ ആദ്യം രണ്ടായിട്ട് അങ്ങോട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയിട്ടേ അതിനെ പിന്നെയും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ കാണിച്ചേക്കണ പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ അതിതേ ഇങ്ങനെ നിവർത്തി കൊടുത്തിട്ട് ഒരു സൈഡ് മാത്രം ഇതുപോലെ നീളത്തിലൊന്ന് പകുതിയാക്കി പിന്നെയും ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? അതങ്ങോട്ട് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒരു 0.5 സെൻറ്റിമീറ്റർ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടേ രണ്ട് സൈഡും മടക്കി കഴിഞ്ഞിട്ടില്ലേ, നമുക്ക് ഡബിൾ സൈഡ് സെലോ ടേപ്പ് ഇല്ലേ? ഡബിൾ സൈഡ് സെലോ ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സാധാരണ ഫെവിക്കോളില്ലേ, അതായാലും മതി. അതങ്ങനെ എടുക്കാം. എന്നിട്ട് ഈ കാണിച്ചേക്കണ പോലെ തന്നെ ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ മടക്കി ഒട്ടിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അമർത്താം. അമർത്തി കഴിഞ്ഞിട്ടേ ദേ അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ നമുക്കൊരു കള്ളി പോലെ കിട്ടും. ആ സൈഡ് ഉള്ളിലാക്കിയിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അതെ, ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ചെയ്യണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ ദേ തുറന്ന് കഴിയുമില്ലേ, ഇതുപോലെ നമുക്ക് രണ്ട് കള്ളി കിട്ടും കേട്ടോ. മുകളിലായിട്ട് ഒരെണ്ണം വലുതും പിന്നെ താഴത്തായിട്ട് ഒരെണ്ണം ചെറുതും. എന്നിട്ട് പിന്നെ ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള കവായ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അത് നമ്മൾ പിൻട്രസ്റ്റ് നോക്കി അങ്ങോട്ട് വരക്കാം. എന്നിട്ട് ദേ ഇതുപോലെ കളറൊക്കെ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ പേപ്പർ പേഴ്സിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ ഒട്ടിച്ച് വെക്കാം. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ പേഴ്സിൻ്റെ ഒക്കെ സൈഡിൽ കണ്ടിട്ടില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത പോലത്തെ ഒരു പാട്, അതുപോലെ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു പേനയും കൊണ്ട് ഇങ്ങനെ കുനുകുനാക്കി അങ്ങോട്ട് വരക്കാം. പിന്നെ ദേ 2-3 ലൗച്ചിനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ പേഴ്സ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് എന്താണെന്നറിയോ? ഒരു ക്യൂട്ട് പെൻ ഉണ്ടാക്കിയാലോ നമുക്ക്? അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടി പറഞ്ഞേച്ചതാണ് കേട്ടോ. കണ്ടില്ലേ ഒരു സൈഡിൽ ഇങ്ങനെ തൂങ്ങാമ്പലൊക്കെ ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പെൻ. അത് നമുക്ക് ഈ നടരാജ് പെന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ടേ ഇതുപോലൊരു കളർ പേപ്പർ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അത്യാവശ്യം ഇത്രയും വീതിയിലൊക്കെ ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ഈ പെന്നിനകത്ത് ഡബിൾ സൈഡ് സെലോ ടേപ്പാ എന്തേലും ഒന്ന് ഒട്ടിച്ചിട്ടില്ലേ, ആ പേപ്പർ ഇതുപോലെ ഒന്ന് ചുറ്റി അങ്ങോട്ട് കൊടുക്കാം. അവിടെ നിന്ന് അറ്റം തൊട്ട് ഇവിടം വരെ ചരിച്ച് അങ്ങോട്ട് ചുറ്റി കൊടുക്കാം. എന്നിട്ടേ ആ നിബിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് നിർത്തണം കേട്ടോ. പിന്നില്ലേ ഇതുപോലെ നീളത്തിൽ ഇത്രയും വീതി കുറഞ്ഞിട്ട് വേറൊരു കളറിലെ പേപ്പറും കൂടി എടുത്തിട്ട് അതും കൂടി ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതും അതുപോലെ തന്നെ ആ നിബിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒന്ന് നിർത്താം. എന്നിട്ടേ ഇത് ഇതുപോലെ രണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോ പോലത്തെ പടങ്ങൾ വരച്ചിട്ടുണ്ട്. ഒരെണ്ണം വരച്ചിട്ടേ ഒരെണ്ണം അങ്ങനെ ട്രേസ് എടുത്താൽ മതിയെന്ന്. എന്നിട്ട് ദേ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മുടെ പേന അങ്ങനെ എടുക്കാം. പേന എടുത്തിട്ട് പേനയുടെ മോൾ ഭാഗത്തായിട്ട് ഈ രണ്ടിനെയും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് എടുക്കും കേട്ടോ. ഒന്ന് കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഒരെണ്ണം ദേ ഇതുപോലെ അങ്ങനെ ഒട്ടിച്ചിട്ട് അടുത്തതും അതിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ പച്ച തേച്ചിട്ട് അങ്ങനെ ഒട്ടിക്കാം. എന്നിട്ട് കൈ കൊണ്ട് അങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. അപ്പോൾ ദേ നമ്മുടെ മോൾ ഭാഗത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് മൂടി ഉണ്ടാക്കണ്ടേ? മൂടി ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഇതുപോലെ പേപ്പർ അങ്ങനെ എടുക്കാം. എന്നിട്ടേ ഈ പേനയുടെ ഭാഗം ആ പേപ്പറിൻ്റെ ഉള്ളിൽ വന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ പശയൊക്കെ തേച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. ചുറ്റിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഊരെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട ടപ്പ് എന്ന് പറഞ്ഞ പേനൊക്കെ മൂടിയുമായില്ലേ ഇപ്പം. എന്നിട്ട് ദേ നമുക്കൊന്ന് മൂടിയൊക്കെ നോക്കാം കേട്ടോ. എന്നിട്ട് പിന്നില്ലേ ഈ മൂടിക്ക് വേണ്ടി ഒരിത്തിരി തൂങ്ങാമ്പലായാലാ, അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ വുളൻ ത്രെഡ് ഇല്ലേ, അത് ദേ കയ്യിൽ ഇതുപോലെ അങ്ങനെ ചുറ്റി അങ്ങനെ കൊടുക്കാം. ഏകദേശം ഒരു ഇത്തിരി ചുറ്റൊക്കെ ആയി കഴിയുമ്പോഴില്ലേ ആ ചുറ്റിന് ഒരു കെട്ടങ്ങടെ കെട്ടിയിട്ട് അതങ്ങടെ അഴിക്കാം. ആ കെട്ടുമ്പില്ലേ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. അതങ്ങടെ ലൂസായി പോകാൻ പാടില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവൂലേ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്? ഇതിനെന്താ ഇപ്പം പറയാ? എന്തോ ഒരു പോം എന്നല്ലേ പറയാം. എന്നിട്ട് ദേ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ലൊരു കുഞ്ഞി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നില്ലേ അതിനകത്ത് ഇതുപോലെ ഒരു നൂല് നീളത്തിലൊന്ന് കെട്ടിക്കൊടുക്കുക. ആ നീളത്തിലോ കെട്ടിയ നൂല് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ മൂടിയുടെ ഉള്ളിലായിട്ട് ഇത്തിരി പശ വെക്കാം. അതിനകത്ത് ഈ നൂലങ്ങട് ഒട്ടിച്ചും കൊടുക്കുക. അപ്പം നമ്മുടെ പെൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പെൻ? ഇനി അടുത്തത് എന്താണെന്നറിയോ? ഒരു പേപ്പർ കട്ടറായാലാ? കുറച്ച് നാളായിട്ടാ ഈ സാധനം കൂടെ വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ വാങ്ങണ്ടല്ലോ. ഇതേ കണ്ടില്ലേ നല്ല പേപ്പറൊക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പേപ്പർ കട്ടർ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടതെന്നറിയോ? ഒരു ബ്ലേഡ് വേണം കേട്ടോ. കണ്ടില്ലേ ഒരു പുതിയ ബ്ലേഡ് അങ്ങനെ എടുക്കാം. എന്നിട്ട് അതേ നടുക്കുന്ന അങ്ങോട്ട് കട്ട് ചെയ്യുക. ഈ ബ്ലേഡ് കട്ട് ചെയ്യുന്ന പരിപാടി എനിക്കറിയില്ല കേട്ടോ. കുറേ നേരം നോക്കിയിട്ടും പറ്റണുണ്ടാകുന്നില്ല. അപ്പോൾ ദേ ഇത് നമുക്കിത് ഭയങ്കര സിമ്പിളായിട്ട് ഒരാൾ ഒടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടേ ഈ മൂർച്ച ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില്ലേ ആ സൈഡ് ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ 2 ഐസ്ക്രീം സ്റ്റിക്കില്ലേ അതെടുക്കുക. അതെടുത്തിട്ട് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ തുമ്പത്ത് ഇതുപോലെ ആ കേർവ്ഡ് ഷേപ്പായിട്ടിരിക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടേ നമുക്ക് നല്ല പശ വെച്ചിട്ട് ഇതങ്ങോട്ട് ഒട്ടിച്ചു നോക്കാം.
ഈ ബ്ലേഡിൻ്റെ ചരിച്ചിട്ട് കട്ട് ചെയ്തില്ലേ ആ ഭാഗം പുറത്തോട്ടാക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മറ്റേ ഐസ്ക്രീം സ്റ്റിക്കും കൂടി അങ്ങനെ ഒട്ടിക്കാം. ദേ അപ്പോൾ അതിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് പൊതിയാൻ വേണ്ടി നമുക്ക് പാറ്റേൺ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒരു പേപ്പറിനകത്ത് ഇതുപോലെ കുറച്ച് വര അങ്ങോട്ട് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. പൊതിയുമ്പോഴില്ലേ നമ്മുടെ ഈ പേപ്പർ കട്ടിൻ്റെ ബ്ലേഡിൻ്റെ ഭാഗം പുറത്തോട്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതിന് മൂടി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ അതങ്ങോട്ട് ഉള്ളിൽ വെക്കാം. എന്നിട്ട് പിന്നെ അതങ്ങോട്ട് ചുരുട്ടി പശ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ടേ ഇത് ഈ മൂടിയുടെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ബ്ലേഡല്ലേ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയൂലേ. അപ്പോൾ നമ്മുടെ മൂടിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി ക്യൂട്ടാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ക്യൂട്ട് പടവും കൂടി ആ മൂടിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ 3 ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.